Bentley is one of the most expensive and luxurious car brand in the world. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ബെന്റ്ലിയുടെ ഇന്റീരിയർ പ്ലഷീനെസ് എങ്ങനെ ഉണ്ടാവും. എന്നാൽ ആ എക്സ്പെക്ടേഷനെ നമ്മൾ തെറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയർ ഉള്ളത്. കാരണം ഇറ്റ് ഈസ് ഫാർ എഹെഡ് അബൌട്ട് ദാൻ മൈ എക്സ്പെക്ടേഷൻ. കാരണം നമ്മളിപ്പം ഇന്റീരിയറിൽ കാണുമ്പോൾ എസ്പെഷ്യലി ദിസ് വൺ ഇസ് എ സ്പെഷ്യൽ എഡിഷൻ ഇന്റീരിയർ, ഒരു 2 ടോൺ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ഇതിലുള്ളത്. പക്ഷെ ഞാൻ പറയുന്ന ബേസിക്കലി വരുന്ന ബെന്റ്ലിയുടെ ആ ഒരു ഡാഷിനുള്ള ഡിസൈൻ തന്നെ വളരെ ഒരു എക്സൈറ്റിംഗ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം സാധാരണ നമുക്ക് കാണുന്ന എപ്പോഴും ഏത് വണ്ടിയിലും സെന്റർ കൺസോൾ റേസ് ചെയ്തിട്ടാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇതിൽ കുറച്ചുകൂടി ഡിപ്രസ് ചെയ്തിട്ടാണ് സെന്റർ കൺസോൾ ഉള്ളത്. പക്ഷെ മീറ്റർ കൺസോളും പിന്നെ ഡാഷ്ബോർഡിന്റെ ഒരു പോർഷനുമാണ് റേസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെന്റർ കൺസോളിൽ വരുന്നത് മേലെ ആയിട്ട് ഒരു സെൻട്രൽ അനലോഗ് ക്ലോക്ക് ആണ്. ബ്രിഡ്ലിങ്ങിന്റെ സാധാരണ ബെന്റ്ലിയുടെ ഒരു ബ്രാൻഡായിട്ട് അറിയപ്പെടുന്ന ബ്രിഡ്ലിംഗ് ബ്രാൻഡ്, ആ ഒരു ബെന്റ്ലിയുടെ ബ്രിഡ്ലിംഗ് ബ്രാൻഡിന്റെ അനലോഗ് ക്ലോക്കും പിന്നെ അതിനോട് സിമിലർ ആയിട്ടുള്ള റൗണ്ട് എയർ വെൻസുമാണ് ടോപ്പിൽ വരുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു LCD ഡിസ്പ്ലേ ഉണ്ട്. അതിൽ തന്നെ നാവിഗേഷനും പിന്നെ കമ്പ്യൂട്ടർ സെറ്റിംഗ്സും എല്ലാം തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെ നല്ല രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും പിന്നെ ഒരു സിമ്പിൾ ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം വളരെ ഹൈ ആണ്. പിന്നെ ഇതിൽ അതിന്റെ താഴെയായിട്ട് തന്നെ AC പിന്നെ ബാക്കിയുള്ള കൺട്രോൾ നോബ്സും സ്വിച്ചസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെയായിട്ട് ഓഡിയോ സെലക്ഷനുള്ള 6 CD ചേഞ്ചർ സെലക്ട് ചെയ്യാനുള്ള ബട്ടണും അതിന്റെ 2 നോബ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൽ താഴേക്ക് വരുമ്പോൾ സെൻട്രലായിട്ട് നോർമലി ഉണ്ടാവുന്ന പോലെ തന്നെ ഗിയർ ലിവർ ഉണ്ട്. എന്നാൽ ഗിയർ ലിവർ സെലക്ഷനിൽ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മേലെ പ്രസ് ചെയ്തിട്ട് ബീന്റെ ഒരു ലോഗോ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ടാണ് ഗിയർ ലിവർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഗിയർ ലിവറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പാർക്കിംഗ് ബ്രേക്സിന്റെ ബട്ടൺ ഉള്ളത്. കാരണം അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ഓഫ് ബട്ടണിലാണ് സംഗതി നടക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും പിന്നെ സസ്പെൻഷനും പിന്നെ ബാക്കിയുള്ള മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസും ആണ് സെൻട്രൽ കൺസോളിൽ താഴെയായിട്ട് വരുന്നത്. പിന്നെ മീറ്റർ കൺസോൾ ആണെങ്കിൽ അതും തന്നെ ഒരു ക്ലാസിക് ടച്ചോട് കൂടിയിട്ടാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു 4 റൗണ്ട് ആയിട്ടുള്ള ഒരു മറ്റേ മീറ്റേഴ്സും അതിന്റെ സെന്ററിലായിട്ട് ഒരു സ്ക്വയറിൽ ക്രൂസ് കൺട്രോളുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ റൈറ്റിൽ RPM മീറ്ററും ലെഫ്റ്റിൽ ഓഡോമീറ്ററും ഉള്ളത്. സെന്ററിൽ വരുന്ന 2 ചെറിയ മീറ്ററിലാണ് ഫ്യൂൽ ഗേജും പിന്നെ അതുപോലെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൊത്തം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ എസ്പെഷ്യലി ഇൻ ദി സ്പെഷ്യൽ എഡിഷൻ ഒരു ലൈറ്റ് ബീച്ച് കളറും പിന്നെ അതിന് കോംപ്ലിമെന്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറുമാണുള്ളത്. ആ റെഡ് കളർ തന്നെ ആ ഒരു കോമ്പിനേഷൻ തന്നെ മൊത്തം കാറിന്റെ ഇന്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പൊ ഡാഷ്ബോർഡിലാവട്ടെ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ബീച്ച് വുഡൻ ട്രിമാണ്. പിന്നെ ആ സെയിം കോമ്പിനേഷൻ തന്നെ 2 ഡോർ പാഡ്സിലും റിയറിലേക്കും പിന്നെ സെന്ററിൽ ബി പില്ലറിലെല്ലാം തന്നെ അത് തന്നെയാണ് ആ ഒരു കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു വേറെ അട്രാക്ഷൻ ആണ് ഈ സീറ്റ് ബെൽറ്റിന് കൊടുത്തിരിക്കുന്നതും ഈ റെഡ് കളർ ആണെന്നുള്ളതാണ്. പിന്നെ എനിക്ക് വേറൊരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ഇതിന്റെ സീറ്റിന്റെ സ്റ്റിച്ചിങ് ആണ്. കാരണം ഒരു സ്പോർട്ടി കാർ ആയതുകൊണ്ട് സ്പോർട്ടി കൂടി കലർന്ന ഒരു കാർ ആയതുകൊണ്ട് അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ക്രോസ് സ്റ്റിച്ചിങ് ആണ് സീറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇതിന് പിന്നെ അഡ്രസ്സിന്റെ മേലെ ബെന്റ്ലിയുടെ ലോഗോ സ്റ്റാൻഡേർഡ് ആയിട്ട് ഏത് മോഡലും കൊടുക്കും. അതും റെഡ് കളറിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു ഇന്റീരിയറിനെ പറ്റി പറയുമ്പോൾ വളരെ പ്ലഷി ആൻഡ് ഒരു ലക്ഷൂറിയസ് ഇന്റീരിയർ ആണ് ഇതിലുള്ളത്. പിന്നെ അതിനും ഈ ഒരു ഇന്റീരിയറിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന കാർപ്പറ്റ്സ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ട് നേരത്തെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ റോൾസ് റോയ്സിലെല്ലാം കണ്ട പോലെ അത്ര തന്നെ ക്വാളിറ്റിയുള്ള ഒരു വൂളൻ കാർപ്പറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബീച്ച് കളറും റെഡും കൂടിയിട്ടുള്ള ഒരു വൂളൻ കാർപ്പറ്റ് ആണ് ബെന്റ്ലി ഫ്ലൈയിങ് സ്പെയറിലും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു കളർ കോമ്പിനേഷൻ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ടാണ്. എന്നാലും നമുക്ക് വളരെയധികം കളർ ചോയ്സ് ബെന്റ്ലിന്റെ ഇന്റീരിയറിൽ ലഭിക്കാറുണ്ട്. ഏതൊരു സൂപ്പർ ലക്ഷറി കാറിനെ പോലെയും ബെന്റ്ലിയും റിയർ സീറ്റിന് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന്റെ ഓണേഴ്സ് അധികം റിയർ സീറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇവൻ ദോ ബെന്റ്ലി നോർമലി ഞാൻ പറഞ്ഞ പോലെ ഒരു ഡ്രൈവേഴ്സ് കാർ ആണെങ്കിൽ കൂടി ഡ്രൈവേഴ്സ് ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓഫീസ് ടൈമോ മറ്റോ ഒഫീഷ്യലി പോകുന്ന സമയത്തെല്ലാം തന്നെ റിയർ സീറ്റ്സ് ആയിരിക്കും മിക്കവാറും ഓണേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഈ റിയർ സീറ്റിന്റെ ഡിസൈനും റിയർ സീറ്റിന് കൊടുത്തിരിക്കുന്ന സ്പേസ് എല്ലാം തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എനോർമസ് എമൗണ്ട് ഓഫ് ലെഗ് റൂം ഇസ് ദർ, നല്ല ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഈ സീറ്റിന്റെ പൊസിഷൻ ഈവൻ ദോ ഒരു അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് അല്ലെങ്കിൽ കൂടി വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് ബെന്റ്ലിയുടെ റിയർ പോർഷനിലുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ തായ് സപ്പോർട്ടെല്ലാം തന്നെ വളരെ അധികമുണ്ട്. കാരണം നോർമലി നമ്മളിപ്പം കണ്ടുവരുന്ന ഈ 7 സീരീസോ S ക്ലാസ്സിലെല്ലാം തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇപ്പം വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. എന്നാൽ ബെന്റ്ലിയിൽ അത് കൊടുത്തിട്ടില്ല.
കാരണം അത് കൊടുക്കണം എന്നുള്ളൊരു റിക്വയർമെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് ഈ സീറ്റ് ഉള്ളത്. എന്നാൽ ഓപ്ഷണലായിട്ട് സ്പ്ലിറ്റ് സീറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടും സെപ്പറേറ്റ് സീറ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് നോർമലി ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അത്രയും സീറ്റ്സ് അധികം ഓപ്ഷണലായിട്ട് എടുക്കാറില്ല എന്നുള്ളത്. കാരണം ഇത് തന്നെ അത്യാവശ്യം കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കും സ്പ്ലിറ്റ് സീറ്റ് ഓപ്ഷൻ വളരെ കുറവാണ് ബെന്റ്ലി കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ഞാൻ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ ആ സംഗതികൾ, കളർ കോമ്പിനേഷൻ, എസ്പെഷ്യലി സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് ആ റെഡും ബേജും പിന്നെ ലൈറ്റ് വുഡ് കളറും ഇത് മൂന്നും ശരിക്കും ബ്ലെൻഡ് ചെയ്തിട്ട് വളരെ ഒരു റിച്ച് ലുക്കും ഒരു ഫീലാണ് നമുക്ക് ബാക്ക് സീറ്റിലും ലഭിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഏതൊരു സൂപ്പർ ലക്ഷറി കാറിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സും പിന്നെ ഒരു ഗാർണിഷിങ്ങും പിന്നെ എല്ലാം തന്നെ ഇതിലും നമുക്ക് ബെന്റ്ലിയിലും നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ ടോപ്പിലോട്ട് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീഡിംഗ് ലൈറ്റ്സ്. അതിന് പുറമെ ബാക്കിയുള്ള ബ്ലൈൻഡ്സിനുള്ള സ്വിച്ചസ് ഇതെല്ലാം തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെല്ലാം നല്ല വുഡ് ട്രിം കൊടുത്തിട്ട് ഒരു ഗാർണിഷിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെന്റർ കൺസോളിന്റെ ബാക്കിലായിട്ട് വരുന്ന എയർ വെന്റ്സ്, ഒരു 4 സോൺ എയർ കണ്ടീഷൻ സിസ്റ്റമാണ് ഇതിലുള്ളത്. അതിൽ നമുക്ക് 2 സോണിലായിട്ടും ഇവിടുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വിച്ചസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലൈയിങ് സ്പെയറിന്റെ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. പല ടൈപ്പ് ഓപ്പണിങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഉള്ളിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റേസ് ചെയ്യുമ്പോൾ ബെന്റ്ലിയുടെ ബി ഓപ്പൺ ആവും. പിന്നെ അതിൽ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് 6 ലിറ്റർ W12 പെട്രോൾ എഞ്ചിനാണ്. ആക്ച്വലി പറയുന്നത് 5998cc W12 എഞ്ചിനാണ്. കാരണം വോക്സ് വാഗനാണ് ആദ്യമായിട്ട് ഈ W12 എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് V12 എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ ലേ ഔട്ട് ഒരു W പോലെ 2 V ചേർത്ത രീതിയിലായതുകൊണ്ടാണ് ഈ W12 എന്ന് പറയുന്നത്. ഈ പുതിയ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന 602 bhp പവറും പിന്നെ 750 Nm ടോക്കുമാണ്. ഇതിനോട് ഫിറ്റ് ചെയ്തിട്ടുള്ള 6 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷൻ ആണ്. വളരെ എഫിഷ്യൻറ്റും സ്മൂത്തും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. കാരണം നമുക്ക് ഒരു ബെന്റ്ലിനെ പോലെ ഒരു കാറാകുമ്പോൾ നമുക്ക് കുറേ ഒരു റിലാക്സ് ഡ്രൈവും വേണ്ടി വരും. എന്നാൽ ഇനിയിപ്പോൾ സ്പോർട്ടിയെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒരു അഗ്രസീവ്നെസ്, ഒരു ജർക്കിങ്ങിലൊന്നും അല്ലാതെ തന്നെ ഒരു അഗ്രസീവ്നെസ് ഫീൽ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അതിനെ പറ്റിയ രീതിയിലാണ് ഇതിന്റെ ട്യൂണിങ്ങും ബിൽഡും ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു മൈൽഡും പിന്നെ ഒരു കാമായിട്ടുള്ള രീതിയിലും എഞ്ചിൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ 0 to 100 4.8 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 312 ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡ്. പിന്നെ എഫിഷ്യൻസി പറയുമ്പോൾ നമ്മൾ അധികം വലിയൊരു എക്സ്പെക്ടേഷൻ ഇതിൽ പറ്റില്ല. കാരണം അറിയാം V12 എഞ്ചിനാണ്, വലിയ എഞ്ചിനാണ്. അപ്പോൾ ഇതിന് നോർമലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് 5 km/L ആണ്. കൈരളി